ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെ കുറിച്ചുള്ള റീഡിംഗ് ആണ്. അതായത് നിങ്ങളുടെ സോൾ, നിങ്ങളുടെ ആത്മാവിന് നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയാണ് ഈ സമയത്ത് പറയാനുള്ളത്. നിങ്ങളുടെ കഴിവുകളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റീസ് ആയിരിക്കാം, നിങ്ങളുടെ ഇഷ്ടങ്ങളായിരിക്കാം. അപ്പം നിങ്ങളുടെ സോളിന് നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അപ്പം ആ ഒരു കണക്ഷൻ നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹങ്ങളായിരിക്കാം. അപ്പം കൂടുതലധികം ആൾക്കാർക്കും നിങ്ങളെ സോളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കൂടുതലും കണക്ട് ചെയ്ത് നിങ്ങളെ പറ്റി നിങ്ങൾക്കറിയാൻ പറ്റുന്ന ഒരു റീഡിംഗ് ആണിത്. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ 2 ദിവസങ്ങൾ 2 പൈലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനെ സംബന്ധിച്ച് ഫസ്റ്റ് പൈൽ ഇതാണ്, സെക്കൻഡ് പൈൽ ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന പൈൽ ഏതാണ്, ആ ഒരു പൈൽ നിങ്ങൾ മാക്സിമം സെലക്ട് ചെയ്യാൻ നോക്കുക. അതിനെ സംബന്ധിച്ച് ഈ ഒരു റീഡിംഗ് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്, ഫസ്റ്റ് പൈൽ. അപ്പം ഇത് നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ സ്വഭാവം, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ സമയത്ത് വേണ്ടത്, നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം. അപ്പൊ അങ്ങനത്തെ കുറെ അധികം കാര്യങ്ങളാണ് ഫസ്റ്റ് പൈൽ. മേ ബി നിങ്ങളുടെ ഇതിപ്പം ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് മേ ബി നിങ്ങളുടെ എന്താ പറയാ ഒരു നെഗറ്റിവിറ്റിയും ആയിരിക്കാം, അതും ഇതിനകത്ത് പറയും. ഓക്കെ ഓക്കെ അപ്പം കുറച്ചധികം കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സിറ്റുവേഷൻസ്, അതേപോലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സോളിനുള്ള ഏറ്റവും വലിയൊരു പവർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വാശിയാണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വാശിയുള്ള സ്വഭാവക്കാരാണ്. വാശി എന്ന് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും കാര്യം നിങ്ങൾ നേടണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ആദ്യമേ നിങ്ങളുടെ ഉള്ളിൽ കാണും. അത് ഏത് വിധേനയും അതിന് എന്ത് ക്രൂവലായിട്ടുള്ള രീതിയാണോ, അതിന് ആരെയാണോ നിങ്ങൾക്ക് അടിച്ചമർത്തേണ്ടത് അതൊക്കെ നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലായിട്ട്, അതായത് എന്താ പറയാ, വാശി കാണിച്ചിട്ടായാലും എന്ത് കാണിച്ചിട്ടായാലും നിങ്ങൾ അത് നേടിയെടുക്കും എന്നുള്ളത് ഇവിടെ ഭയങ്കരമായിട്ട് കാണിക്കുന്നു. അതിനുള്ളൊരു ഇൻറ്റ്യൂഷൻ, അതിനുള്ളൊരു ദീർഘവീക്ഷണം നിങ്ങൾക്കുണ്ട്. മേ ബി നിങ്ങൾക്കൊരു ജോലി നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് അഹോരാത്രം ഇരുന്ന് പഠിച്ച് ഭയങ്കരമായിട്ടും പാസ്സായി നിങ്ങൾ ആ ജോലിക്ക് കയറിയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു സാധനം മേടിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ആഗ്രഹം നേടാൻ വേണ്ടിയിട്ട് എന്ത് തടസ്സം നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾ അത് നേടിയെടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഹയർ ആയിട്ടുള്ള എനർജി ഇവിടെ നിന്ന് നിങ്ങൾക്ക് പാസ് ആവും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഹയർ ആയിട്ടുള്ള എനർജി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏഞ്ചൽ ഗാർഡിയൻസോ അല്ലെന്നുണ്ടെങ്കിൽ ആങ്സിസ്റ്റേഴ്സോ നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു പവർ ഉണ്ട്. മേ ബി നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനോ അങ്ങനത്തെ ഒരു ആൾക്കാരോ നിങ്ങളുടെ അടുത്തുള്ളതായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഉള്ളൊരു വാല്യൂ ഉണ്ട്. അപ്പം നിങ്ങളുടെ സോളിനുള്ളൊരു പവർ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കണം, അല്ലെങ്കിൽ നേടിയെടുക്കാണ്ട് നിങ്ങളെ ഉറങ്ങാൻ വിടത്തില്ല. അത്രത്തോളം ഒരു പവർഫുൾ ആയിട്ടുള്ള, ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പവറുള്ള ഒരു സോൾ ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വാല്യൂ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ പെർസ്പെക്റ്റീവിൽ നിന്ന് നിങ്ങളുടെ അടുത്തോട്ട് ആൾക്കാരെ വരുത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ അടുത്തുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത്രത്തോളം ഹൈ പെർസ്പെക്റ്റീവ് നിങ്ങളുടെ ലൈഫിലുണ്ട്, ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ കണ്ണുകൾക്കൊരു ഭംഗി ഉണ്ടാവും, കണ്ണുകൾക്കൊരു നിങ്ങൾക്ക് മേ ബി ഗ്ലാമറോ ലുക്കോ അങ്ങനത്തെ ഒന്നുമില്ല, നിങ്ങൾ കണ്ണുകൾക്കൊരു ജീവൻ ഉണ്ടായിരിക്കും. കണ്ണിനൊരു ഒരു അൾട്ടിമേറ്റ് ഒരു എന്താ പറയാ ഒരു ഭംഗി ഉണ്ടായിരിക്കാം കണ്ണിന്. നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്,
നിങ്ങളെ നശിപ്പിക്കാൻ നിങ്ങൾക്കല്ലാണ്ട് വേറൊരു വ്യക്തിക്കും നിങ്ങളെ നശിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കാൻ വിധിക്കല്ലാണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്കല്ലാണ്ട് നിങ്ങളെ ഇമോഷണലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളെ ഒരു വ്യക്തിക്ക് നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ നിന്ന് കൊടുത്താൽ മാത്രമേ ആ വ്യക്തിക്ക് നിങ്ങളെ നശിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം അത്രത്തോളം പവർഫുൾ ആണ് നിങ്ങൾ. നിങ്ങൾ ആ വ്യക്തിക്ക്, കാരണം നിങ്ങൾ സ്ട്രോങ് ആണ്, നിങ്ങൾ ജെന്യുവിൻ ആണ്, നിങ്ങൾ ഭയങ്കരമായിട്ടും കില്ലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒന്നീ വിധിപ്രകാരം നിങ്ങളെ നശിപ്പിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കണം നിങ്ങളെ നശിപ്പിക്കുന്നത്. അല്ലാത്തൊരു പക്ഷം നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പുൽനാമ്പിന് പോലും പറ്റത്തില്ല. കാരണം അത്രത്തോളം സ്ട്രോങ് ആണ്, അത്രത്തോളം നിങ്ങൾ എന്താ പറയുക, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുത്ത് കഴിഞ്ഞാൽ ആ ഡിസിഷനിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പവർ ഓഫ് മെറ്റീരിയലും നിങ്ങളുടെ ലൈഫിലുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. നിങ്ങൾ വെറുതെ വന്ന് ഒരാൾ വന്നിട്ട് വെറുതെ മാനിപ്പുലേറ്റ് ചെയ്തോ വെറുതെ വന്ന് നശിപ്പിക്കാൻ പറ്റുന്ന ഒരാളായിട്ടൊന്നും കാണുന്നില്ല. വ്യക്തമായ പ്ലാൻ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള ലെസൺ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന്, ദൈവവിശ്വാസമുണ്ട്, അതേപോലെ തന്നെ ഇൻറ്റ്യൂഷൻ ഉണ്ട്, നിങ്ങൾക്ക് ലോങ് വിഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സ്നേഹിച്ച് വഞ്ചിക്കാൻ മാത്രമേ ഒരാൾക്ക് പറ്റത്തുള്ളൂ. സ്നേഹിക്കാതെ നിങ്ങളുടെ ലൈഫിൽ വന്ന് വെറുതെ ഒരുത്തിന് അല്ലെങ്കിൽ വെറുതെ ഒരാൾക്ക് വന്നിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് സ്നേഹം തന്ന് മാത്രമേ നിങ്ങളെ നശിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അത്രത്തോളം ഡീപ്പ് കണക്ഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ പല എനർജീസ്, അല്ലെന്നുണ്ടെങ്കിൽ പല ടൈമിൽ നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾ വീക്ക് ആവുന്നുണ്ട്. പല സമയത്തായിരിക്കാം, പല യൂണിവേഴ്സൽ എനർജി, സ്പിരിച്വൽ പരമായിട്ട് കുറേ അധികം ആൾക്കാർ ഇവിടെ കടന്നു പോകുന്നുണ്ട്. സ്പിരിച്വൽ പരമായ ടിൻ ഫ്ലെയിം ജേണി, സോൾമേറ്റ് കണക്ഷൻസ്, അങ്ങനത്തുള്ള കുറേ അധികം ആൾക്കാർ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ പെട്ടെന്ന് നിങ്ങളൊരു ഒരു ഒരു ഡൗൺ ടു എർത്ത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പെട്ടെന്ന് ബ്രോക്കൺ ആക്കാൻ പറ്റും. നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള എംപ്രസ് ആയിട്ടുള്ള എനർജി ഉള്ള ഒരു പീസ് ഓഫ് മൈൻഡ് ഉള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു സൈക്കിക് അറ്റാക്ക് വന്നാലോ നിങ്ങൾക്കൊരു ഒരു കണ്ണേറ് വന്നാലോ ഒരു കമ്പയർ വന്നാലോ നിങ്ങൾക്ക് പെട്ടെന്ന് അഫക്റ്റഡ് ആവും. കാരണം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള എംപ്രസ് കാർഡായിരിക്കും. നിങ്ങൾ കാണുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കര എനർജിയാണ്, നിങ്ങൾ ഭയങ്കര ലുക്കാണ്, നിങ്ങൾ ഭയങ്കര ആൾക്കാരൊക്കെ നിങ്ങളെക്കുറിച്ച് പറയും, വാവ് നീ പൊളിയാണ്, നീ ഭയങ്കര അടിപൊളിയാണ്, നിന്നെ കണക്കാവണം, അല്ലെങ്കിൽ നിനക്ക് എന്ത് ലുക്കാണ് എന്നൊക്കെ നിങ്ങൾ പൊക്കി പൊക്കി പറയുന്നവരാണെന്നുണ്ടെങ്കിലും എന്താ പറയാ, നിങ്ങൾക്കൊരു സൈക്കിക് അറ്റാക്കോ നിങ്ങൾക്കൊരു ചെറിയൊരു ഇമോഷണൽ നിങ്ങൾക്കൊരു വീക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളവിടെ ഭയങ്കരമായിട്ട് തളർന്നു പോകും, ഡൗൺ ആയി പോകും. നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ടും എനർജി അവിടെ ലോസ് ആക്കും. ഭയങ്കരമായ വിഷമാവസ്ഥയിലോട്ട് കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പോകും. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത് എങ്ങനെ എടുത്ത് കളയണം, നിങ്ങൾ ലൈഫ് ലോങ് ഒരു വിഷമം ഉണ്ടായി തന്നെ നിങ്ങളുടെ ലൈഫ് ലോങ് കൊണ്ട് നടക്കും. നിങ്ങൾക്കത് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ മേ ബി ഉള്ള കഴിവ് ഉണ്ടായിരിക്കത്തില്ല. അല്ലെന്നുള്ളൊരു സൈക്കിക് അറ്റാക്കോ അല്ലെന്നുള്ളൊരു വിഷമോ ഇമോഷണൽ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നാൽ നിങ്ങളത് ഭയങ്കരമായിട്ടും അത് കൈകൊണ്ട് നടന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരിക്കലും അത് പിന്നീട് എങ്ങനെ എടുത്ത് കളയും, എങ്ങനെയാണ് ഇതിനെ ഒന്ന് റിക്കവർ ചെയ്യേണ്ടത് എന്നറിയൂടാ. എല്ലാം ചെയ്യും, പക്ഷെ സൊല്യൂഷൻ എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ പോകുന്നുണ്ട്. അങ്ങനത്തെ ഉള്ള ഒരാളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ നീഡ്സിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ക്രൂക്കഡ് മെന്റാലിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മേ ബി നിങ്ങൾ ജീവിതം പഠിച്ച വ്യക്തികളായിരിക്കാം. യൂണിവേഴ്സ് നിങ്ങൾ അത്രത്തോളം ജീവിതം പഠിച്ചിട്ട് വേറെ ഒരു കാര്യത്തിലും ആരെയും ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെടാണ്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വേണ്ടി മാത്രം ടേക്ക് കെയർ ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് ആവശ്യം അതുമാത്രം നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് മേ ബി നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിൽക്കുന്നു നിങ്ങളുടെ ഫാമിലി, അതല്ലാണ്ട് നിങ്ങൾ വേറൊരാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കത്തില്ലായിരിക്കാം. മേ ബി നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ റിലേഷൻ, നിങ്ങളുടെ സോള്, അത് മാത്രമായിരിക്കും ഇൻഡിപെൻഡൻ്റ്ലി വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ നീഡ്സിന് വേണ്ടി മാത്രം, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കാം നിങ്ങൾ ഈ ഒരു സമയത്ത് പ്രവർത്തിക്കുന്നത്. പക്ഷേ ജെന്യുവൻലി നിങ്ങൾ ഉള്ളിലോട്ട് നോക്കുന്ന സമയത്ത് യുവർ എ പ്യൂർ സോൾ. പ്യൂർ സോൾ എന്ന് പറയുമ്പോഴത്തേക്കും ആരെയും അട്രാക്ട് ചെയ്യാൻ പറ്റും. ഒരു നോട്ടം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരെയും അട്രാക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇമോഷണലി നിങ്ങൾക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളൊന്ന് വിഷമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ വിഷമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിഷമത്തിൽ കൂടെ ചേരാൻ പറ്റുന്ന ഒരു തരം ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങൾ ഇമോഷണൽ ആവുന്ന ഒരു തരം ക്യാരക്ടറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ പക്ക ജെനുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് തലോടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മനസ്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തും കൊടുക്കും. ജീവൻ വരെ പണയം വെക്കാൻ പറ്റാവുന്നുള്ള ഒരു തരം ക്യാരക്ടറായിട്ടാണ്, സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. പ്യുവർ സോൾ. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് പേര് നിങ്ങളെ പറ്റിക്കുന്നു ട്രസ്റ്റ് എന്ന പേരിൽ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കബളിപ്പിച്ച് കുറേ അധികം ആൾക്കാർ നിങ്ങളെ പറ്റിക്കുന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് ഈ സമയത്ത് കാണാൻ പറ്റുന്നത്. കുറേ അധികം ആൾക്കാർ നിങ്ങളെ ട്രസ്റ്റ് എന്നുള്ള പേരിൽ വന്നിട്ട് നിങ്ങളെ കണ്ണീരിലാക്കുന്നുണ്ട്, വിഷമത്തിലാക്കുന്നുണ്ട്. നിങ്ങളൊരു മാൻപേടയാണ്. ഏകദേശം ഈ ഫോട്ടോ കാണുന്നത് ഒരു മാൻപേടയാണ്. പക്ഷേ
ഈ കാടിന്റെ നിയമമാണ്. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞ് അതിന് നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു സിറ്റുവേഷനിൽ പോകുന്ന ഒരു സിറ്റുവേഷനിൽ കാണാൻ പറ്റും. ക്രൂക്കറ്റ് മെന്റാലിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷെ അവസാനം നിങ്ങൾ ഒരു ഇതിൽ റിലേഷൻഷിപ്പ് ആയിരിക്കും, എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ചെയ്തതിന് ശേഷം ആ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ ഇറക്കി വിടുന്ന സമയം നിങ്ങൾ പിന്നെ ഭയങ്കരമായിട്ടും വിഷമിക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനിൽ പോകുന്ന ആൾക്കാരായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ സോൾ അങ്ങനത്തെ ഒരു സോൾ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ട് ലോസ് ആക്കുന്ന ആൾക്കാരാണ്. നിങ്ങളൊരു എംപത്തറ്റിക് ആണ്. എംപത്തറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയാ, ഭയങ്കരമായിട്ട് ഡീപ്ലി കണക്ഷൻ ഉള്ള വ്യക്തികളാണ്. ഡീപ്ലി നിങ്ങളെ പെട്ടെന്ന് കീറി മുറിക്കാൻ പറ്റും, പെട്ടെന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു വാക്ക് മതി നിങ്ങളെ പെട്ടെന്ന് നശിപ്പിക്കാൻ വേണ്ടി. അതും ആലോചിച്ചുകൊണ്ട് നിങ്ങൾ കുറെ മണിക്കൂർ അങ്ങിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളുടെ സറൗണ്ടിൽ നടക്കുന്ന എനർജി നിങ്ങൾ ഒരിക്കലും പിടിക്കാൻ വേണ്ടി നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ എനർജി നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം, അത് ക്ലെൻസ് ചെയ്യുക. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കുറേയധികം ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലും ചെന്ന് പെടാൻ വേണ്ടി ഇരിക്കരുത്. കർമ്മ ജനറേറ്റഡ് ആവാൻ വേണ്ടിയുള്ള സിറ്റുവേഷനും ചെയ്യാൻ വേണ്ടിയിരിക്കരുത്. ഒന്നും ഇമോഷണലി എടുക്കാണ്ടിരിക്കുക, കർമ്മ റിലീസ് ആക്കുക, ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം ഇമോഷനിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ലൈഫിനെ ആലോചിച്ച് ഭയങ്കരമായിട്ടും വിഷമിക്കുന്ന ഒരുതരം ആൾക്കാരാണ്. നിങ്ങളുടെ വിധി എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി, ഞാൻ എന്താണ് ഇങ്ങനെ ആയിപ്പോയത്, എനിക്കിനി മുന്നോട്ടൊരു ജീവിതം ഇല്ലേ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ടും ആകുലപ്പെടുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആകുലപ്പെടുന്ന ഒരു, ബാക്കിയുള്ളവരെ കണ്ടിട്ട് അയ്യോ അവരുടെ ജീവിതം നല്ല രീതിക്ക് പോകുന്നുണ്ട്, എൻ്റെ ജീവിതം മാത്രം എന്താണ് ഇങ്ങനെ പോകുന്നത് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ദീർഘവീക്ഷണം. നിങ്ങൾക്ക് ജീവിതത്തിനെ കുറിച്ച് മുന്നോട്ട് നോക്കാൻ വയ്യ. കാരണം നിങ്ങൾക്ക് പേടിയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു വിഷൻ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് ചിന്തിച്ച് മുന്നോട്ട് എടുക്കാൻ പറ്റാത്ത ഡൗൺ സിറ്റുവേഷൻ, വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, എല്ലാം കയ്യിലുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വിഷമിച്ച് നിൽക്കുന്ന ഒരാളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടും എന്താ പറയുക, ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഭയങ്കര ഇൻറ്റ്യൂഷനാണ്, ഭയങ്കര ബുദ്ധിയാണ്. സെൽഫ് സോണിൽ ഭയങ്കരമായിട്ടും കാറ്റഗറി ഉള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. വിധിപ്രകാരം എഴുതി വെച്ചിരിക്കുന്ന സ്പിരിച്വൽ പരമായിട്ടുള്ള കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഹയർ ആയിട്ടുള്ള സോൾസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആർക്കും വന്നൊന്നും ചെയ്തിട്ട് പോകാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണോ അത് നേരിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു പ്യൂർ സോൾ ആണ്, ഈ ഒരു കാറ്റഗറിയുള്ള പ്യൂർ സോൾ ആണ്. ആരെയും വിഷമിപ്പിക്കേണ്ട ഒരു പാവം നാണം കുടുങ്ങിയായിട്ടുള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറച്ച് നാണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെളിയിലൊന്നും അങ്ങനെ ഇറങ്ങാതെ, അല്ലെങ്കിൽ അടുത്ത് വലിയ കുറേ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത ഒരു തരം ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറച്ചധികം ആൾക്കാരെ സംബന്ധിച്ച് എന്താ പറയാ, ആൾക്കാരെ പേടി, അങ്ങനത്തെ ഉള്ളൊരു കാറ്റഗറി ഉണ്ടല്ലോ, അതായത് സോഷ്യലി ഒരു കണക്റ്റഡ് അല്ലാത്ത, അങ്ങനെ. സോളും നിങ്ങളും തമ്മിലുള്ള കണക്ഷൻ നിങ്ങൾക്ക് ഒരിക്കലും അറിയത്തില്ല. ഈ പറയുന്ന കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങളുടെ സോളിന്റെ, ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ല. കണ്ണാടി പോയി നോക്കിയാൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വേറൊരു ആനയെന്നേ വിചാരിക്കത്തുള്ളൂ. അയാളാണെന്ന് മനസ്സിലാവത്തില്ല. അപ്പം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പണം ഉണ്ടാക്കണം, പ്രശസ്തി ഉണ്ടാക്കണം, എല്ലാം ഉണ്ടാക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾ എന്താണെന്നുള്ളൊരു വാല്യൂ വേണം. നിങ്ങൾ ആരാണെന്നുള്ളൊരു വാല്യൂ നിങ്ങൾക്ക് വേണം. എങ്കിൽ മാത്രം നിങ്ങൾ ജീവിച്ചിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ വേണ്ടി നോക്കുക. അപ്പം നിങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു വാല്യൂ മുന്നോട്ട് ഉണ്ടാവത്തുള്ളൂ. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള സിറ്റുവേഷൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഏകദേശം ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും കുളിക്കല്, പല്ല് തേക്കല്, മുഖം കഴുകല്, കൈയും കാലും കഴുകല്, അങ്ങനത്തെ ഉള്ള സംഭവം മാത്രമല്ല, ഇന്നറിൽ കുറെ പരിപാടിയുണ്ട്. ഇന്നറിൽ കുറെ പരിപാടി, ഇതേ പ്രോസസ്സ് തന്നെയാണ്. നിങ്ങൾ വെയിൽ കൊണ്ട് ടാൻ അടിച്ചിരിക്കുമ്പോൾ മുഖത്ത് സൺസ്ക്രീം തേക്കും കണക്കല്ല, ഉള്ളിൽ ഇഷ്ടം പോലെ പെയിൻ ഉണ്ട്. ഇതിനേക്കാളും പെയിനാണ് നിങ്ങളുടെ ബ്രെയിനിലും ട്രോമ സെൽസ് ഉള്ളിൽ കിടക്കുന്ന പെയിൻ. അതിനെ ക്ലിയർ ചെയ്യാനുള്ള കഴിവാണ് ആദ്യം വേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങൾ പുറമേ അത് കാണിച്ച് നിൽക്കത്തുള്ളൂ. ഓക്കെ, കണ്ണിന് പവർ ഉണ്ടാവണം, അല്ലെങ്കിൽ എനർജി വരണം എന്നുണ്ടെങ്കിൽ, എല്ലാ രീതിക്കും പവർ വരണം എന്നുണ്ടെങ്കിൽ, ഇൻറ്റ്യൂഷൻ, ബുദ്ധി എല്ലാം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കണം. ഈ പറഞ്ഞ ആഹാരം നമ്മൾ പുറത്ത് പേസ്റ്റ് ആക്കിയിട്ട് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവൻ ഉണ്ടാവത്തില്ലല്ലോ. അത് കഴിക്കാൻ തന്നെ വേണ്ട, അതിനൊരു പ്രോസസ്സ് ഉണ്ട്. അതേ കണക്കുള്ള പ്രോസസ്സാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ വേണം. ഓക്കെ, ഇറ്റ്സ് ടൈം ഫോർ ചേഞ്ച്. നിങ്ങൾക്ക് ചേഞ്ച് ആവാനുള്ള, ട്രാൻസ്ഫർമേഷൻ ആവാനുള്ള ചേഞ്ച് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇതിൽ ചേഞ്ച് ആയിക്കോണം. നിങ്ങളുടെ സോളിന്റെ ആ ഒരു പവർ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലുള്ള പവറിനെ മൂർച്ഛപ്പെടുത്താൻ നോക്കുക. കാരണം എത്രത്തോളം നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ കിട്ടുന്നു, അത്രത്തോളം നിങ്ങളെ വെച്ചിട്ട് നിങ്ങൾക്കൊരു ഓറ സെൽസ് ഉണ്ട്, നിങ്ങൾക്കൊരു ഹയർ സെൽസ് ഉണ്ട്. അതിൻ്റെ അടുത്ത് നിങ്ങൾ പവർ ചോദിക്കുക. അതിൻ്റെ അടുത്ത് നിങ്ങൾ
കെഞ്ചുക യൂണിവേഴ്സിന്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുക, എനിക്ക് വേണം, ഐ വാണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ മേടിച്ചെടുക്കാൻ വേണ്ടി നോക്കണം. നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ നീഡ്സ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് സോളിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സോളിനെ അത് മേടിച്ചു തരാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് പോയി ഡയറക്റ്റ് ചോദിക്കാൻ പറ്റത്തില്ല. ഉറങ്ങുമ്പോഴത്തേക്കും ചോദിച്ചു വെക്കണം, എനിക്ക് ഇന്ന സാധനം വേണം, കാരണം എന്നെ ഈ ഭൂമിയിൽ കൊണ്ട് നിർത്തിയതാണ്, അപ്പം എനിക്ക് വേണം, എനിക്ക് ഇന്ന സാധനം വേണം എന്ന് ചോദിച്ചു വാങ്ങാനുള്ള, എല്ലാവരും ചോദിച്ചു വാങ്ങുന്നുണ്ട്, അപ്പം നിങ്ങളും ചോദിച്ചു വാങ്ങണം. നിങ്ങൾ മാത്രം ഒറ്റപ്പെട്ട ആളല്ല. അപ്പം ചോദിച്ചു വാങ്ങണം. അപ്പം അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഡിവൈൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡിവൈൻ തരും. എല്ലാവരും ഉള്ള പോലെ തന്നെയാണ്. അതേപോലെ തന്നെ ഇമോഷണലി ഡൗൺ ആവുകയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് പെരുമാറുക അങ്ങനത്തെ ഒന്നും ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടി നോക്കുക, കാമായിട്ടിരിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, യോഗ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ മാക്സിമം ചെയ്ത് എടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. അടുത്തായിട്ട് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർ വോയിസ് ഭയങ്കരമായിട്ടുള്ളൊരു വാല്യൂ ഉള്ളൊരു സംഭവമാണ് ഇന്നർ വോയിസ് എന്ന് പറയുന്നത്. ഇന്നർ വോയിസിന്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ സോളിനെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, നിങ്ങളുടെ സോളിനെ നിങ്ങൾ കാണുന്ന സമയം നിങ്ങൾ അതിശയപ്പെടും. കാരണം ഇറ്റ്സ് ഏഞ്ചൽ, മാലാഖയാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു ലുക്കും നിങ്ങൾ വിചാരിക്കുന്ന ഒരു പവറൊന്നും ആയിരിക്കത്തില്ല. ഇറ്റ് അൾട്ടിമേറ്റ് സാധനം, അൾട്ടിമേറ്റ് പവർ. മേ ബി അതങ്ങനെയാണ്. അൾട്ടിമേറ്റ് പവർ ഉള്ളൊരു ഒരു ഒരു മെജീഷ്യനാണ് നിങ്ങളുടെ സോള് എന്ന് പറയുന്നത്. അതിനെ മെരുക്കി എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വേൾഡ് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന ഒരു പവറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ പവർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയാ, ഇഷ്ടംപോലെ പവറുകളുണ്ട്. അത് ഞാൻ എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് ഓരോരുത്തർ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓരോരുത്തർക്കും ഓരോ വാല്യൂ ഉണ്ട്. ഡോണ്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഈ പ്ലെയിൻ ഉണ്ടാക്കിയത് ഒരാളാണ്, ബൈക്ക് ഉണ്ടാക്കിയത് ഒരാളാണ്, ട്രെയിൻ കണ്ടുപിടിച്ചത് ഒരാളാണ്, അതേ കണക്കിന് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ഒരാളാണ്, ഐസക് ന്യൂട്ടൻ ഒന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടംപോലെ ഇങ്ങനത്തെ യുണീക്ക് ആയിട്ടുള്ള പീസ് ഒന്നേ ഉള്ളൂ. പക്ഷെ അത് അവർ ചിന്തിച്ച് അവർ ആത്മാവിനെ പുറപ്പെടുത്തി എടുത്തിയ സിറ്റുവേഷൻസ് ആണ്. പക്ഷേ പ്ലെയിൻ കണ്ടുപിടിച്ചതിന് ശേഷം ഒറ്റൊരാൾ കണ്ടുപിടിച്ചെങ്കിലും പിന്നെ ബാക്കി കുറേ പ്ലെയിനുകളുണ്ട്. ബൈക്ക് കണ്ടുപിടിച്ച് ബൈക്കിന്റെ പേര് തന്നെ ഇഷ്ടംപോലെ ബൈക്ക് ഉണ്ട്, ബാക്കിയെല്ലാം കോപ്പി പേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത്, നിങ്ങളുടെ സോൾ പർപ്പസ് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നതിനെ മാത്രം. ബാക്കിയുള്ളവർ എങ്ങനെയോ ജീവിക്കട്ടെ, ബാക്കിയുള്ളവർ എന്തോ പറയട്ടെ, ബാക്കിയുള്ളവർ എന്ത് വേണോ ചിന്തിക്കട്ടെ, അതൊന്നുമല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് യൂണിവേഴ്സിന്റെ അടുത്ത് ചോദിച്ച് നിങ്ങൾക്ക് മേടിച്ചെടുക്കാനുള്ളൊരു പവർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സോളിനെ കണക്ട് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഫസ്റ്റ് വേണ്ട എന്താണ്, ഇന്നർ വോയിസ് കേട്ട് അതിനെ പരിശീലപ്പെടുത്തണം. അതായത് നിങ്ങൾക്ക് ഇന്നർ വോയിസ് ഉണ്ടാവും, ഇങ്ങനെ പറയടാ അത് ചെയ്യണ്ട, അല്ലെങ്കിൽ അത് ചെയ്യണം, അത് ചെയ്യണ്ട, അത് ചെയ്യണം എന്നൊക്കെ പറയുമ്പം അതിനനുസരിച്ച് പോവുക. അല്ലാണ്ട് നിങ്ങളുടെ ഒരു നീഡ്സിന് വേണ്ടിയിട്ട് അത് വേണമെന്ന് പറയുമ്പോഴത്തേക്ക് അത് ചെയ്ത് കൊടുക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ സോൾ പറഞ്ഞു തരും. അത് സോൾ അവേക്കനിങ് ആകുമ്പോൾ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ആണ്. നിങ്ങൾക്ക് തന്നെ അവേക്കനിങ് ആക്കി എടുക്കാൻ പറ്റും. കൂടുതൽ നിങ്ങളെ സ്കൂളിൽ സ്നേഹിക്കുന്ന സമയത്ത് എല്ലാത്തിനും കണ്ണാടിയിൽ പോയിട്ട് ഗുഡ്, നീ പൊളിയാണ്, നീ അടിപൊളിയാണ്, നീ ഗുഡ് ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും ചെറിയ കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ തന്നെ ജസ്റ്റ് നിങ്ങളുടെ തലയിൽ തൊട്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ തലയിലൊന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ചെസ്റ്റിൽ തൊട്ടിട്ട് ഗുഡ് എന്ന് പറയണം. നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് വാ അടിപൊളി എന്ന് പറയണം. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് വേണം. സ്വന്തമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുള്ളൂ. ഓക്കെ, ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. നിങ്ങൾക്ക് നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയാൻ, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണ്. വേറെയുള്ള ആൾക്കാർക്ക് നിങ്ങളെ ഗ്ലാമർ ഇഷ്ടപ്പെടത്തില്ല. വേറെയുള്ള ആൾക്കാർക്ക് അവരാണ് ഏറ്റവും ഇഷ്ടം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള ലുക്ക് ഉണ്ടെങ്കിൽ പോലും ഇപ്പം എന്താ പറയാ, ഇപ്പം അവരവർക്ക് അവരാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പം ഞാൻ പറയാം, എന്റെ സോളിന് എന്നെയാണ് ഇഷ്ടം, നിങ്ങളുടെ സോളിന് നിങ്ങളെയാണ് ഇഷ്ടം. വേറൊരാൾ എത്ര ലുക്ക്, എത്ര ഗ്ലാമർ, എന്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഇഷ്ടപ്പെടാത്ത വലിയ ചാൻസ് ഒന്നും ഉണ്ടാകത്തൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളെയാണ് ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, ഡ്രസ്സിങ് സ്റ്റൈല്, സൗന്ദര്യം, കുളി, നന, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം. ടേക്ക് യുവർ ടൈം. നിങ്ങളുടെ ടൈം നിങ്ങൾക്കെടുത്ത് നിങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങളായിരിക്കണം നിങ്ങൾക്ക് എപ്പോഴും മേജർ ആയിട്ടുള്ള ബ്ലെസ്സിങ്സ്, അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ളൊരു നിങ്ങളായിരിക്കണം. അല്ലാണ്ട് അവിടെ വേറൊരാൾക്ക് നിങ്ങൾ പോസിറ്റിവിറ്റി കൊടുക്കരുത്. നിങ്ങളായിരിക്കണം നിങ്ങൾക്കെല്ലാം. ഓക്കെ, അപ്പം എങ്കിൽ നിങ്ങളൊരു ഏഞ്ചലായിട്ട് മാറും. നിങ്ങൾക്ക് നിങ്ങളുടെ പവർ എന്താണെന്ന് മനസ്സിലാവും. അതുമല്ല, നിങ്ങൾക്ക് ചിറക് മുളയ്ക്കാൻ തുടങ്ങും. നമുക്ക് കാണത്തില്ല നമുക്ക് ചിറകുള്ള കാര്യം, പക്ഷെ നമുക്കൊരു ഒരു 90യിൽ നമുക്ക് ചിറകുണ്ട്, ഓൾമോസ്റ്റ് നമുക്ക് ചിറകുണ്ട്, നമുക്ക് പറക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ സോളിനാണെന്നുള്ള അത് കൊടുത്തിരിക്കുന്നത്. നമ്മളെ സോള് പറക്കും. അത് നിങ്ങൾക്ക് എക്സാമ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ നിങ്ങൾക്ക്
നിങ്ങൾ ഉറങ്ങുന്ന സമയം നിങ്ങളുടെ സോൾ പറക്കും, ഓടുന്നതായിട്ടൊക്കെ, താഴെ പറന്ന് വീഴുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് പോകും. പക്ഷെ അത് മരിക്കൂല, സോൾ അങ്ങനെ മരിക്കത്തില്ലല്ലോ, ഓടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതൊരു ഒരു ഒരു ഏഞ്ചലാണ്. ഓക്കെ, അതിനെ നിങ്ങൾ പാകപ്പെടുത്തി എടുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഉപയോഗം ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇതാണ് നിങ്ങളുടെ സോളിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അടുത്തായിട്ട് നമ്മൾ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് പോകാം. സെക്കൻഡ് പൈൽ, അടുത്തതായിട്ട് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. സെക്കൻഡ് പൈൽ, സെക്കൻഡ് പൈൽ. അപ്പം നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കണം. ഓക്കെ, സെക്കൻഡ് പൈൽ കുറച്ചധികം കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഐ തിങ്ക് സെക്കൻഡ് പൈൽ ഈസ് അടിപൊളിയാണ്. സ്പിരിച്വൽ അവേക്കനിങ്ങിൽ കടന്നു പോകുന്ന വ്യക്തികൾ, പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന ആൾക്കാർ, ഈ ലോകത്ത് ജനിച്ചിട്ട് പിന്നെയും റിട്ടേൺ വന്ന ആൾക്കാർ എല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ കാറ്റഗറിയിൽ എല്ലാം ഉണ്ട്. വിധിപ്രകാരം പോകുന്ന സിറ്റുവേഷൻ, ഇൻറ്റ്യൂട്ടീവ് മെസ്സേജ് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് വിധിപ്രകാരം പോകുന്നു. നിങ്ങളുടെ സോൾ പക്ക അവേക്കനിങ്ങാണ്. നിങ്ങളുടെ വിധി പോലും നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് സോൾ ജനറേറ്റഡ് ആയിട്ടുണ്ട്. കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് യൂണിവേഴ്സ് എങ്ങനെയാണോ പോകുന്നത് അതേ രീതിക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഇപ്പോഴത്തെ ഒരു ടൈമിനനുസരിച്ച് കർമ്മ ജനറേറ്റഡ്, റിലേഷൻഷിപ്പ്, കരിയർ, ഫിനാൻസ് എല്ലാം യൂണിവേഴ്സിൽ തീരുമാനിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ സോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുക. ഇറ്റ്സ് ടൈം നിങ്ങളുടെ സോളിനെ അവേക്കനിങ് ആക്കി എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സോളിനെ നിങ്ങൾ ആരാധിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം നിങ്ങളുടെ സോളിനെ നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പാടാണ്. ഞാൻ ജെന്യൂൻ ആയിട്ട് പറയാം, സോള് തന്നെയാണ് എല്ലാം നിങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് സോള് തന്നെയാണ്. അതായത് എക്സാമ്പിൾ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി കുറേ കാര്യം കിട്ടുന്നുണ്ട്, സ്വപ്നങ്ങൾ വഴി കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവ്സ്, പോസിറ്റീവ് എല്ലാം നിങ്ങളായിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫുള്ള് നിങ്ങളുടെ സോളാണ്. വെളിയിൽ നിന്ന് ഒരുത്തം വന്നിട്ട് വെറുതെ ഇരുന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ തരാൻ പറ്റുമോ? നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കും, നിങ്ങളുടെ സോള് തന്നെയാണ്. ഞാൻ പറയാം, നിങ്ങൾ എപ്പം ആ ഒരു പവർ, ആ ഒരു എനർജി എപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നു, അന്ന് തൊട്ട് നിങ്ങൾക്ക് വിജയം 100% നിങ്ങൾക്ക് വിജയം ഉണ്ടാകും. കാരണം ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും അവരുടെ സോളിനെ മനസ്സിലാക്കി പോകുന്ന ആൾക്കാരാണ്. വിജയം ഉണ്ടാവുന്ന ആൾക്കാർക്ക് അവരുടെ സോളിനെ മനസ്സിലാക്കി പോകുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് എന്നാണോ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവേണ്ടത്, നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് മെസ്സേജ് നിങ്ങൾ കേൾക്കേണ്ടി വരും. നിങ്ങളുടെ സോളുമായിട്ട് നിങ്ങൾ ടൈപ്പ് ആവേണ്ടി വരും. നിങ്ങളുടെ സോളിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. നിങ്ങളുടെ ആത്മാവിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അതുന്ന വരെ വിധിപ്രകാരം പോകേണ്ടി വരും. സോള് യൂണിവേഴ്സും കൂടെ തമ്മിലുള്ള കളിയാണ്. അതിനെ നിങ്ങളെ മൈൻഡിലിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സോളിന് വേണ്ട പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, ടിൻ ഫ്ലെയിം ജേർണി ഉണ്ട്, സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്, ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, ഹൈ പ്രീസ്റ്റ് ആണ്. ഹൈ പ്രീസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര ചിന്തിക്കാം, നിങ്ങൾക്ക് എന്ത് ചിന്തിക്കാൻ പറ്റും, നിങ്ങളുടെ ലൈഫ് മാറ്റാൻ പറ്റും, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം വിധിപ്രകാരം പോകുന്ന സംഭവങ്ങളാണ്. നിങ്ങൾ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് എല്ലാം സ്പോട്ട് ഔട്ട് ആവും. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങളുടെ സോളിനെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ആത്മാവിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്കിവിടെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. കാരണം വിധിപ്രകാരം പോകുന്ന ആൾക്കാരാണ്. കാലചക്രം മാറി കറങ്ങുന്നതിനനുസരിച്ച് നിങ്ങളുടെ വിധി മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ സോളിൽ നിന്ന് എടുത്തിരും. നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകും. ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവുമെങ്കിൽ പോലും വിധി തീരുമാനിക്കുന്നത് യൂണിവേഴ്സലും നിങ്ങളുടെ ഇതും കൂടെ തമ്മിലാണ്. വിധിപ്രകാരം തന്നെ പോയിട്ട് എത്ര വിഷമിച്ചിട്ടും എന്തൊക്കെ ലൈഫിൽ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. സോളിനെ കൂട്ടുപിടിക്കാണ്ട് വേറെ ആരെ കൂട്ടുപിടിച്ചിട്ടും കാര്യമില്ല. സ്വന്തം പവർ മനസ്സിലാക്കാണ്ട് ഇതാവാണ്ടിരിക്കാൻ നോക്കുക. നെഗറ്റീവ് തരുന്നതും പോസിറ്റീവ് തരുന്നതും എല്ലാം നിങ്ങളുടെ സോള് തന്നെയാണ്. ഏഞ്ചലും മാലാഖയും ചെകുത്താനും നിങ്ങളുടെ സോള് തന്നെയാണ് ഈ സമയത്ത്. ഹൈ പ്രീസ്റ്റ് ആണ്. ഹൈ പ്രീസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എനർജി കൊണ്ടൊരു കളിയായിരിക്കും കളിക്കുന്നത്. അതായത് നെഞ്ചിൽ നിന്ന് ഇങ്ങനെ എരിഞ്ഞു പോകുന്ന എനർജി. ഇത് റിലേറ്റ് ചെയ്യാൻ പറഞ്ഞ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഒരു സമയമാകുമ്പോഴത്തേക്കും ടൈം മാറുന്നതിനനുസരിച്ച് എനർജി ഇങ്ങനെ ചേഞ്ച് ആവും. അതായത് നെഞ്ചിൽ നിന്ന് ഇങ്ങനെ ഒരു കൊളുത്തിപ്പിടിക്കും, എനർജി ഇങ്ങനെ ഡ്രൈൻ ആയി പോകല്, അതേപോലെ മെന്റലി ഭയങ്കര കൺഫ്യൂസിലാവല്, വേറെ എന്തോ ചിന്തകൾ ഇങ്ങനെ കയറി വരുന്നു.
ടിൻ ഫ്ലെയിം ചെയ്യണവർക്ക് എന്തോ തേടിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ അധികം എന്തൊക്കെയോ മൈൻഡിൽ വരുന്നുണ്ട്, സ്വപ്നങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ലൈഫിൽ വരുമ്പോൾ ജസ്റ്റ് നമ്മൾ ചിന്തിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സോൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ സോൾ മൈൻഡ് ഫുൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ടോട്ടലി ഒരു എനർജിയുടെ കൺട്രോളിലാണ്. എല്ലാവരും എനർജിയുടെ കൺട്രോളിലാണ്. ഓക്കെ, അതായത് ഹോമോസാപ്പിയൻസ് ആയിട്ടുള്ള മനുഷ്യന്മാരെല്ലാം ഈ പറയുന്ന സോളിന്റെ കൺട്രോളിലാണ്. സോളാണ് നിങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സോളാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ചിന്തയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് പോകാൻ വേണ്ടിയിട്ട് നോക്കുക, വിധിപ്രകാരം പോവുക. അതായത് ഡിവൈൻ എനർജി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഡിവൈൻ എനർജി, സോൾ പർപ്പസ് കണ്ടുപിടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് അതിലോട്ട് പോകാം. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് കണ്ടുപിടിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാം. അതേപോലെ തന്നെ കുറേ നെഗറ്റീവ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ വരുന്നത്. നിങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ നടക്കുന്നത് നിങ്ങൾക്ക് വരുന്നത് ഫുൾ പ്രശ്നങ്ങളായിരിക്കാം, നെഗറ്റീവ്സ് ആയിരിക്കാം ഈ ഒരു സമയത്ത്. പക്ഷേ അതെല്ലാം മാറ്റി നിങ്ങൾക്ക് മുന്നേറാനുള്ള കഴിവ് നിങ്ങളടുത്ത് തന്നെ ഉണ്ട്. കാരണം നിങ്ങളുടെ സോളിനെ നിങ്ങൾക്ക് പാകപ്പെടുത്തിയെടുക്കാൻ പറ്റും. പാസ്റ്റ് ലൈഫ് കർമ്മകൾ, പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഇഷ്ടംപോലെ ആൾക്കാർ പാസ്റ്റ് ലൈഫായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കുറേ ലക്ഷ്യമുണ്ട്, ഗോളുണ്ട്, പണം വരാനുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ജീവികളോടത്തേക്ക് ഭയങ്കര സ്നേഹമാണ്. യൂണിവേഴ്സലുമായിട്ടൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് കണക്റ്റഡ് ആവാൻ പറ്റും. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിൽ വിധിപ്രകാരം വരുന്ന സിറ്റുവേഷൻസ് ആണ് കുറേ അധികം ആൾക്കാർക്ക്. ഓൾഡ് സോളാണ്. കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. ലൈഫിൽ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വരും. പാമ്പിനെയൊക്കെ ചില ആൾക്കാർ പെട്ടെന്ന് കാണും. അതേപോലെ ജീവജാലങ്ങളെ വളർത്താനുള്ള ആഗ്രഹമൊക്കെ തോന്നുന്ന ഒരു ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. ജീവികളെ വളർത്തും, മീനെ വളർത്തും. അതേപോലെ തന്നെ പാമ്പിനെ പെട്ടെന്ന് കാണാൻ പറ്റും ഇങ്ങനത്തുള്ള ആൾക്കാർക്ക്. അതേപോലെ തന്നെ എന്താ പറയാ, അതായത് ഒരു മതത്തിലുള്ള ആൾക്കാരാണെങ്കിൽ വേറെ മതത്തിലുള്ള ആൾക്കാരായിരിക്കും ഇഷ്ടം. അതായത് ഇപ്പം മുസ്ലിം മതമാണെന്നുണ്ടെങ്കിൽ ഹിന്ദു മതത്തിലെ ദൈവങ്ങളായിരിക്കും ഭയങ്കര കൂടുതലായിട്ടും ആരാധിക്കുന്നത്. ഹിന്ദു മതത്തിലുള്ള ആൾക്കാരാണെങ്കിൽ മുസ്ലിം മതത്തിലുള്ള ആൾക്കാരായിരിക്കും ആരാധിക്കുന്നത്. ഈ ഹിന്ദു മതത്തിലുള്ള ആൾക്കാരാണെങ്കിൽ മുസ്ലിം മതത്തിലുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിലുള്ള ആളായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പം അങ്ങനത്തെ കണക്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. അങ്ങനത്തെ ഇഷ്ടംപോലെ കണക്ഷൻസ് ഉള്ള സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഹീലിംഗ് നിങ്ങളുടെ കൂടപ്പറപ്പാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഹീൽ ചെയ്യാം. ഫുൾ ബോഡി ഹീലിംഗ്, അതേപോലെ തന്നെ എനർജി ഹീലിംഗ്. കണ്ണിനൊക്കെ ഭയങ്കരമായിട്ടൊരു പവറുണ്ട്. കണ്ണീർ കമ്പയർ നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങോട്ട് മേടിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്യാം കണ്ണും കമ്പയർ. അതായത് നിങ്ങളൊന്ന് കണ്ണൂട്ട് നിങ്ങൾക്കൊരു സൈക്കിക് അറ്റാക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പവർ ഉണ്ട്, സൈക്കിക് അറ്റാക്ക് ഉണ്ട്, സൈക്കിക് പവറുള്ളൊരു പവർ ഉണ്ട്, ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്. ടിൻ ഫ്ലെയിം ജേണിയിലോട്ട് കടന്നു പോകുന്ന കുറേ അധികം വ്യക്തികളുണ്ട്. ഇത് ഈ റീഡിങ് നോക്കുന്ന ആൾക്കാരെ എനിക്ക് മിക്കുള്ളവരും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആരൊക്കെയാണ് ഈ വീഡിയോ കാണുന്നതെന്നുള്ളതും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയും. കാരണം ഞാൻ ഒരു സോൾ കണക്ഷൻ അതൊക്കെ ഉള്ള ആളാണ്. അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു സിറ്റുവേഷൻ, ഈ ഒരു എനർജി എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്യുവർ ആയിട്ടുള്ള രാജകുമാരന്മാരുണ്ട്, രാജകുമാരികളുണ്ട്, പ്രിൻസ് ഉണ്ട്, അതായത് രാജാവുണ്ട്, രാജ്ഞിയുണ്ട്. അപ്പം ഇതിനെ സംബന്ധിച്ച് ഞാൻ പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളെ സോളിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. കാരണം അൾട്ടിമേറ്റ്ലി വേറെ നിങ്ങൾ ഇവിടെ വന്ന പർപ്പസ് ചെയ്യണം. ഭൂമിയിൽ വന്നിട്ട് 100 വർഷം സമയമുണ്ട്. ഇവിടെ വന്നിട്ട് ഒരു ലൈഫേ ഉള്ളൂ, അടിച്ച് പൊളിച്ചിട്ട് അങ്ങ് പോകാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും അതേ കണക്ക് റിട്ടേൺ അടിച്ചിങ്ങ് വിടും. ഓക്കെ, അപ്പം എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്യുക. അത് കണ്ടുപിടിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. അത് നിങ്ങൾക്കേ അതറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ സോൾ പർപ്പസ് നിങ്ങൾക്കേ അറിയാൻ പറ്റും. ഒരു സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ഇത്രയും സോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരാളുടെ സോൾ പർപ്പസ് പറയാൻ എനിക്ക് കഴിവില്ല, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തില്ല ഒരാളുടെ സോൾ പർപ്പസ്. അതെങ്ങനെ ഒരാളുടെ സോൾ പർപ്പസ് പറയുന്നത്? അത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ നിങ്ങൾക്ക് വാരി തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കുഴച്ച് കൈകൊണ്ട് വാരി തരാനേ പറ്റുള്ളൂ. എൻ്റെ വിശപ്പ് അവിടെ തീരത്തില്ല. ചെയ്തു തരാൻ പറ്റും, ഞാൻ ചെയ്തു തരാം, ഞാൻ നിങ്ങൾക്ക് വാരി തരാം. പക്ഷെ അവിടെ എൻ്റെ വിശപ്പ് തീരുമോ? നിങ്ങളുടെ വിശപ്പേ തീരത്തുള്ളൂ അവിടെ. ഓക്കെ, അപ്പം നിങ്ങളവിടെ ജസ്റ്റ് മനസ്സിലാക്കണം. ഓക്കെ, യൂസ് യുവർ ബ്രെയിൻസ്. അപ്പം എനിക്കിവിടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ബി ബ്രേവ് ആൻഡ് ഹോണസ്റ്റ്. അതായത് സത്യസന്ധമായിട്ടിരിക്കാൻ വേണ്ടി നോക്കുക, കളങ്കമില്ലാത്ത ഒരാളായിട്ടിരിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ സോൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല. നിങ്ങളുടെ സോൾ അങ്ങനെയാണ്. നിങ്ങളുടെ സോൾ എന്ന് പറഞ്ഞാൽ ജെന്റിൽമാൻ ആണ്, ഭയങ്കരമായിട്ട് പ്യുവർ ആയിട്ടുള്ളൊരു സോൾ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. എത്രത്തോളം ഡൗൺ ടു എർത്ത് ആണോ അത്രത്തോളം ഒരാളെയും വേദനിപ്പിക്കണം എന്നൊരു ആ ഒരു സോളിന് ഇല്ല. കർമ്മ റിലേറ്റഡ് ആയിട്ട് ആരെയും ഒന്നും ചെയ്യണമെന്ന് ആ സോളിനില്ല. ബാക്കിയുള്ളവരെ ഇടയിൽ ചെന്ന് പെട്ട് അവർ ചെയ്യുന്ന കർമ്മകൾ മേടിച്ചു കൂട്ടി, അതല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു റിലേഷൻഷിപ്പിൽ ചെന്ന് പെട്ട് ആ വ്യക്തിയുമായിട്ട് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ സെക്സ് ചെയ്ത്, അതേപോലെ തന്നെ നെഗറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ ചെന്ന് ഏർപ്പെട്ടിട്ട് അവരുടെ കർമ്മയും കാര്യങ്ങളും മേടിച്ച് വെച്ചിട്ട് പാവം നിങ്ങളുടെ സോൾ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയിൽ കൊണ്ട് നിർത്തരുത്. സോളിനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കരുത്. എനർജി എക്സ്ചേഞ്ച് ചെയ്യരുത്. ക്രിയേറ്റ് അബണ്ടൻസ്. നിങ്ങളുടെ അബണ്ടൻസ് എന്താണോ അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ടി
മാത്രം പ്രവർത്തിക്കുക. നിങ്ങളുടെ സോൾ എത്രത്തോളം വാല്യുബിൾ ആണോ അത്രത്തോളം നിങ്ങൾ നിങ്ങളെ സോൾ ആക്കി മാറ്റാൻ നോക്കുക. നിങ്ങളാവണ്ട, നിങ്ങൾക്ക് നിങ്ങളെ സോൾ ആക്കി മാറ്റിയാൽ മതി. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഭയങ്കരമായിട്ടുള്ള വിജയം ഉണ്ടാകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഡിവൈൻ ആരാണ്? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമാണ്. ആ ദൈവം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു പവർ നിങ്ങളുടെ ഉള്ളിലാണുള്ളത്. ഓക്കെ, അതിന് നിങ്ങളിപ്പം എവിടെയെങ്കിലും പോയിട്ട് ദൈവത്തിനെ വിളിച്ചെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ആ ദൈവത്തിനെ കാണാൻ പറ്റുമോ? അങ്ങനത്തെ ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉള്ളിൽ നിന്നും വിളിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. എന്താ പറയുക, അബണ്ടൻസ്. നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻസ് ഉണ്ട്. നിങ്ങൾ ആരാണെന്ന് കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇപ്പം ഞാൻ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക്, ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് കളി പഠിച്ച ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട്. ഈ കാണുന്ന ആൾക്കാർ ഒരുപാട് കളി പഠിച്ചതുകൊണ്ട് ഒരുപാട് കളി അറിയാമെന്നുള്ള എനർജിയുള്ള സോളും ഇതിനകത്തുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മൂർച്ച കൂട്ടി, നിങ്ങളുടെ സോളിന്റെ മൂർച്ച കൂട്ടി, നിങ്ങളുടെ ആയുധം എന്താണെന്ന് മനസ്സിലാക്കി, മേ ബി നിങ്ങളുടെ ആയുധം എന്താണെന്ന് നിങ്ങൾക്കേ അറിയാൻ പറ്റത്തുള്ളൂ. പല ആയുധങ്ങളുണ്ട് ഓരോരുത്തർക്ക്. അപ്പം അതൊക്കെ മനസ്സിലാക്കി പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോളിനെ അവേക്കനിങ് ആക്കി എടുക്കാൻ പറ്റും. ഫെമിനൈൻ എനർജി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഭയങ്കരമായ സ്നേഹമായിരിക്കാം. ചെകുത്താനെ മാലാഖയും ഒരേ കണക്ക് സ്നേഹിക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എനിക്ക് ഓക്കെ, എൻ്റെ അടുത്ത് എങ്ങനെ നിൽക്കുന്നു എനിക്ക് അതാണ് വലുത്, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സോളിനറിയാം, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അറിയാം, നിങ്ങൾ ആർക്കും വന്നങ്ങനെ വെറുതെ ദ്രോഹിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ ഭയങ്കര പ്യുവറാണ്. നിങ്ങൾ ആരെയും ദ്രോഹിക്കണമെന്നോ നിങ്ങൾക്ക് ആരെയും നെഗറ്റീവ് ആക്കണമെന്നോ ഒന്നും ഉള്ള ഒരാളൊന്നുമല്ല. പ്യുവർ സോൾ. പ്യുവർ സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂട്ട് ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഫെമിനിൻ എനർജി. ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, എല്ലായിടത്തും സ്നേഹം മാത്രം. പ്രത്യേകിച്ച് കൊച്ചുങ്ങളോട് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ എന്തും വാരിക്കോരി കൊടുക്കാൻ പറ്റിയ സ്വഭാവക്കാരൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അറിയാം, നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരെ അറിയാം, ജെന്യൂൻ ആയിട്ടുള്ള വ്യക്തികളെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ രാത്രിയും പകലവും നിങ്ങൾക്ക് ഒരു പേടിയും ഉണ്ടാകത്തില്ല. യൂണിവേഴ്സ് നിങ്ങളുടെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പേടി ഭയങ്കര കുറവ്. കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വലിയ പേടിയോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. രാത്രി നടക്കണം, ട്രാവൽ പോകണം, ഒറ്റയ്ക്ക് നടക്കണം, ഇതിലൊന്നും നിങ്ങൾക്ക് വലിയ പേടിയോ കാര്യങ്ങളൊന്നുമില്ല. നെഗറ്റീവ്സ് കണ്ട് പേടിക്കത്തൊന്നുമില്ല. ഒരു പ്രശ്നം ലൈഫിൽ വന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കത്തില്ല. അതിനെ അതിക്രമിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള ശേഷി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുതരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് എന്താ പറയാ, കുറേ അധികം പാസ്റ്റ് ലൈഫ് കർമ്മ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലുള്ള എന്തോ ഒന്ന് തേടിക്കൊണ്ടിരിക്കുക. നിങ്ങളെ കണ്ണ് എന്തോ തേടിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ കണ്ണ് എവിടെയൊക്കെ ഉടക്കുന്നുണ്ട്. നിങ്ങൾ ആരെയൊക്കെ തേടുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെയോ എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയോ അതിൻ്റെ ഒരു ചെറിയ ചെറിയ സിഗ്നലും കാര്യങ്ങളും സിമ്പലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ കൂടുതലും മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ആയിരിക്കാം. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഈ പാതയിലോട്ട് എത്തിപ്പെട്ടതായിരിക്കാം. മേ ബി ഈ റീഡിങ് കാണുന്ന മിക്കുള്ളവരും നിങ്ങൾ പോലും ഉണ്ടായിരിക്കത്തില്ല ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾ കാണും. ഇതിലോട്ടൊക്കെ നിങ്ങൾ എത്തിപ്പെടും. ഇതൊക്കെ എന്താണ് സംഭവം നിങ്ങൾ പോലും അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് എങ്ങനെയോ എത്തിപ്പെട്ടു. പക്ഷേ നിങ്ങൾ ആ ഒരു ടൈമിന് പഴയ കാലത്ത് നിങ്ങൾ ചിന്തിച്ചില്ല ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും, ഇങ്ങനത്തെ ഒരു സംഭവത്തിലോട്ട് എത്തിപ്പെടും എന്നൊക്കെ. പക്ഷേ ടൈം ആൻഡ് സിറ്റുവേഷൻ എല്ലാം മാറിത്തിരിയും, കാലചക്രം മാറ്റി കറക്കും എന്നൊക്കെ ഉള്ളതാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എന്തെങ്കിലും കാര്യത്തിന് കാലചക്രം എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യാനുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ടൈം നിങ്ങളുടെ കയ്യിൽ തന്നെ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ തലവര അങ്ങനെയാണ്. കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഇങ്ങനെ ആവേണ്ട ആൾക്കാരാണ്, നിങ്ങൾ ഇതുവഴി പോവേണ്ട ആൾക്കാരാണ്, ഇതുവഴി ചെയ്യേണ്ട സിറ്റുവേഷൻസ് ആണ്. ഇതൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു ഉപയോഗം ഉണ്ടാകത്തുള്ളൂ. ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ സോളിനറിയാം എന്താണെന്ന്. സോളിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാം. നിങ്ങളുടെ സോളിൻ്റെ അടുത്ത് എല്ലാ ഇൻഫർമേഷനും നിങ്ങളുടെ സോളിനുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളെ ഹീൽ ചെയ്യാൻ പറ്റും. കുറേ അധികം ട്രോമ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, പാസ്റ്റ് ലൈഫിൽ ട്രോമ ഉണ്ട്, നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളിപ്പോൾ അതിലും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വിധത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് ആരെയും മറക്കാനും പറ്റുന്ന ആ വ്യക്തി എനിക്ക് ലൈഫിൽ നിന്ന് മറക്കാൻ പറ്റുന്നില്ല. പല ഹീലിംഗ് ചെയ്യുന്നുണ്ട്, പല ഡിപ്രഷൻ, പല പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് നിങ്ങളത് പറയാനുള്ളത്, നിങ്ങൾ വിചാരിച്ചാൽ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് മാറ്റാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ചിന്തിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കണം ഈ പറയുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനൊരു വിജയം ഉണ്ടാവുന്നുള്ളതായിട്ടാണ് ഈ സമയം കാണാൻ പറ്റുന്നത്. എന്താ പറയാ, സൈക്കിക് അറ്റാക്ക് ഒക്കെ ഏർപ്പെടുന്ന നെഗറ്റീവായിട്ട് എനർജിക്ക് ഭയങ്കരമായിട്ട് ലോസ് ചെയ്യുന്ന എപ്പോഴും വിഷമം മാത്രമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കനുസരിച്ചുള്ള ഓർണമെന്റ്സ് മേടിച്ചിടാൻ നോക്കുക. നിങ്ങൾക്ക് കയ്യിനൊരു പവർ ഉണ്ട്, ആ പവർ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. അതേപോലെ തന്നെ എന്താ പറയാ, ചൂടുവെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി നോക്കുക. അതേപോലെ തന്നെ ആവി പിടിക്കാൻ വേണ്ടി നോക്കുക. അതേപോലെ തന്നെ എന്താ പറയാ, ഇമോഷണലി കാര്യങ്ങളൊന്നും എടുക്കാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക.
നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. ലുക്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ കുളിക്കാൻ കയറുമ്പോഴാണ് നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് പാസ്സാവുന്നത്. നിങ്ങൾ കുളിക്കാൻ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ ഐഡിയോളജി കിട്ടും. കുറേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സേഫ് സോൺ നിങ്ങൾ കുളിക്കുമ്പോഴാണ്. സീരിയസ്ലി. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് വെള്ളത്തിന്റെ കൂടെയാണ്. നിങ്ങളൊരു വാട്ടർ എനർജിയാണ്. തീയിനെ ശമിപ്പിക്കാൻ പറ്റും. ഫയറിനെ നശിപ്പിക്കാൻ പറ്റും നിങ്ങൾക്ക്. അതായത് ക്ഷമ ഭയങ്കരമായിട്ട് നിങ്ങളുടെ കൂടപ്പിറപ്പാണ്. ക്ഷമ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കുണ്ട്. ഭയങ്കരമായിട്ട് ക്ഷമ ഉണ്ട്. ഇമോഷണലി നിങ്ങളെ കൊന്നിട്ടാൽ പോലും നിങ്ങൾക്കറിയാം എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന്. കാരണം അത്രത്തോളം നിങ്ങൾ ക്ഷമിച്ച് നിൽക്കും. അത്രത്തോളം നിങ്ങൾ വെയിറ്റ് ചെയ്യും. അത്രത്തോളം നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ ഉണ്ട്. അത്രത്തോളം നിങ്ങളൊരു മാലാഖയാണ്. അത്രത്തോളം നിങ്ങളൊരു ഏഞ്ചലാണ്. നിങ്ങൾക്ക് പവർ ഉണ്ട്. തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന വ്യക്തി എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ എനർജി ഉണ്ട്. നിങ്ങളുടെ ഒരു ലുക്ക് കൊണ്ട്, നിങ്ങളുടെ ഒരു സംസാര ശൈലി കൊണ്ട് നിങ്ങൾക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇറ്റ്സ് യുവർ ടൈം. നിങ്ങളൊരു ഏഞ്ചലാണ്. നിങ്ങളൊരു മാലാഖയാണ്. നിങ്ങൾക്ക് അതിന് കഴിവുണ്ട്. നിങ്ങൾക്ക് എന്താ പറയാ, അതിനുള്ളൊരു പവർ നിങ്ങൾക്ക് ജന്മമുള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു പവർ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ കണ്ണിനൊരു വാല്യൂ ഉണ്ട്. അതേപോലെ തന്നെ എന്താ പറയാ, കണ്ണിനൊരു വാല്യൂ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ആകാര വടിവിന് ഒരു ഇതുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കും വിധം നിങ്ങളുടെ ലൈഫിൽ കുറെ അധികം ആൾക്കാർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾ പോലും അറിയത്തില്ല എന്താണ് ആഗ്രഹിക്കുന്നത് അറിയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ലുക്സ് ആയിരിക്കാം, നിങ്ങളുടെ ബോഡി ആയിരിക്കാം, നിങ്ങളുടെ എനർജി ആയിരിക്കാം, നിങ്ങളുടെ മുടി ആയിരിക്കാം, നിങ്ങളുടെ ആ ഒരു 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 ഏഞ്ചൽ ആണ് നിങ്ങൾ. ഓൾമോസ്റ്റ് നിങ്ങളൊരു ഏഞ്ചൽ ആണ്. ഓക്കെ. അപ്പം ഇവിടെ ഞാൻ പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിസിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ട്രോമ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ ഭയങ്കര ഡാർക്ക് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഏഞ്ചലാണ്, ഒരു മാലാഖയാണ് വിഷമിച്ച് നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ മാലാഖ ഉണ്ടാവും സൊല്യൂഷൻസ്. നിങ്ങളുടെ സൊല്യൂഷൻ മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഒരു എന്താണോ നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് മെയിൻലി നിങ്ങൾ നോക്കുക. ചെറിയ കാര്യം, അതിനുള്ളൊരു കഴിവ് നിങ്ങൾ എടുക്കണം. ഓക്കെ. വേണ്ടി നോക്കരുത്. ഓൾമോസ്റ്റ് എനിക്ക് നിങ്ങളുടെ ആയുധം അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവ് ചിരിക്കാൻ വേണ്ടി നോക്കുക. ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ പല ചെയ്യാൻ നോക്കും. പല രീതിക്ക് നിങ്ങളൊരു എമ്പതി ആയിട്ടുള്ള നിങ്ങളുടെ സൈക്കിക്ക്, നിങ്ങളുടെ എനർജി ഊറ്റിയെടുക്കാൻ നോക്കും. പക്ഷെ അതിനൊന്നും ചെന്ന് നിന്ന് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ നോക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായി ലുക്കിലി നിങ്ങൾ വിധിപ്രകാരം പോകുന്ന ആൾക്കാരായത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ കണക്റ്റഡ് ആവും. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇമോഷണലി ഞാൻ പിന്നെയും പറഞ്ഞു, ഇമോഷണലി നിങ്ങൾ ഡൗൺ ആവാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങളൊരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ വന്ന് പ്രശ്നം വരത്തൊന്നുമില്ല. അങ്ങനെ പ്രശ്നങ്ങൾ വന്നാൽ തന്നെ അതിജീവിക്കാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിൽ ആൻസിസ്റ്റേഴ്സ് വന്ന് രക്ഷപ്പെടുത്തും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എനർജി നിങ്ങളെ രക്ഷപ്പെടും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ഭയങ്കര ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ലൈഫുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആ ഒരു എനർജി നിങ്ങൾ ബൂസ്റ്റപ്പ് ചെയ്യണം. നിങ്ങളുടെ സോൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി ഇൻറ്റ്യൂഷൻ ഉപയോഗിച്ചിട്ട് പ്യുവർ ആവാൻ വേണ്ടി നോക്കുക. ഓക്കെ. ഓരോ സ്റ്റെപ്പും കടന്നു പോകുന്നത് കേറിയാലേ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് കേറി പോകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിലോട്ട് എത്താൻ പറ്റൂ. അപ്പൊ നമ്മൾ ചിലപ്പോൾ തളർന്നിരിക്കും. പക്ഷെ ഡൗൺ ആവാൻ പാടില്ല. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് കുറെ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ സോളിനെ കുറിച്ച് പറയാനുള്ളത്, നിങ്ങളെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഇതിന് പുറമെ ആർക്കും പേഴ്സണൽ താല്പര്യം ചെയ്യുക. ഓക്കെ. ബൈ.